നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന കോവിഡ് കണക്കുകൾ. രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1.5 ലക്ഷം കടന്നു. 40,000-ൽ നിന്ന് 1.5 ലക്ഷത്തിലെത്താൻ വേണ്ടി വന്നത് 5 ദിവസം മാത്രം. ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ 182 സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ ഗ്രാഫ് പ്രതിദിനം ഉയരുകയാണ്. 10,000-ലധികം രോഗികൾ വർദ്ധിക്കാൻ 5 ദിവസം മാത്രമാണ് എടുത്തത്. കേരളത്തിൽ ആദ്യ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്ത ശേഷം 4 മാസം വേണ്ടിവന്നു ആകെ കേസുകൾ 1000 കടക്കാൻ. മെയ് 27-ന് കോവിഡ് കേസുകൾ 1000 കടന്നു. ജൂലൈ 16-ന് അത് 10,000-ആയി. 1000-ൽ നിന്ന് 10,000 ആകാൻ 50 ദിവസം എടുത്തു. എന്നാൽ കോവിഡ് രോഗികളുടെ എണ്ണം 20,000 കടക്കാൻ എടുത്തത് 12 ദിവസം. ജൂലൈ 28-നാണ് 20,000 കടന്നത്. അടുത്ത 9 ദിവസം കൊണ്ട് ആകെ കേസുകൾ 30,000-ലെത്തി. ഓഗസ്റ്റ് 6-ന് 30,000. ഓഗസ്റ്റ് 14-ന് 40,000 കടന്നു. 30,000-ൽ നിന്ന് 8 ദിവസം കൊണ്ടാണ് 40,000-ൽ എത്തിയത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 50,000 കടന്നു. 5 ദിവസം കൊണ്ടാണ് 10,000 രോഗികൾ കൂടിയത്. പ്രതിദിനം രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണവും ഇന്നലെ ആദ്യമായി 2,000 കടന്നു. രോഗികളുടെ എണ്ണം തിരുവനന്തപുരത്ത് തന്നെയാണ് കൂടുതൽ. മലപ്പുറം, കാസർഗോഡ്, എറണാകുളം, കോട്ടയം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ രോഗികളുടെ എണ്ണം കൂടുകയാണ്. ഔദ്യോഗിക കണക്ക് പ്രകാരം ഇന്നലെ വരെ 188 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2.25 കോടി കടന്നു. മരണസംഖ്യ 7,80,000-ലേക്ക് അടുക്കുന്നു. അമേരിക്കയിലും ബ്രസീലിലും സ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു. ഇടവേളയ്ക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. ദക്ഷിണ കൊറിയ അപകടകരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്ന് ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നു. ലൈഫ് വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം ഇന്നുണ്ടാകും. നിയമവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ മറികടന്നാണ് ലൈഫ് മിഷൻ ബ്ലഡ് പ്രസന്റുമായി കരാറിൽ ഏർപ്പെട്ടത്. ഇക്കാര്യത്തിൽ നിയമമന്ത്രി A.K. ബാലൻ ഇന്ന് പ്രതികരിക്കും. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതി വിവാദങ്ങളിൽപ്പെട്ടത് സർക്കാരിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് നിയമമന്ത്രി തന്നെ വിശദീകരണവുമായി രംഗത്തെത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രോട്ടോകോൾ ഓഫീസർ 2 ദിവസത്തിനകം വീണ്ടും ഹാജരാകണമെന്ന് NIA. UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾക്ക് കോൺസുലേറ്റിനെ ദുരുപയോഗം ചെയ്യാൻ സ്വപ്നയ്ക്ക് സഹായകമായത് കോൺസുലേറ്റ് അധികൃതരുടെ ഗുരുതര വീഴ്ചകളാണെന്നാണ് NIA-യുടെ നിഗമനം. ഇത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനാണ് പ്രോട്ടോകോൾ ഓഫീസറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നയതന്ത്ര സ്ഥാപനത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ മാറിപ്പോകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പോലും കോൺസുലേറ്റ് ചെയ്തിട്ടില്ല. PRO സ്ഥാനത്ത് നിന്ന് സരിത്ത് രാജിവെച്ചത് 2019 സെപ്റ്റംബർ 3-നാണ്. എന്നാൽ ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് 2020 ഏപ്രിൽ 20-നും. സ്വപ്ന UAE കോൺസുലേറ്റ് വിട്ടത് ഇതുവരെ അറിയിച്ചിട്ടില്ല. സംസ്ഥാനം ലോക്ഡൌണിലാണെന്ന വിവരം ഔദ്യോഗികമായി അറിയിക്കാൻ ആവശ്യപ്പെട്ട് മാർച്ച് 23-ന് സ്വപ്ന പ്രോട്ടോകോൾ വിഭാഗത്തിന് കത്ത് നൽകിയിരുന്നു. കോൺസൽ ജനറലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലായിരുന്നു ഈ കത്ത്. IT വകുപ്പിലെ 2 പ്രധാന ചുമതലകളിലും ആ സമയം സ്വപ്നയുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി അറിയില്ലെന്നാണ് പ്രോട്ടോകോൾ വകുപ്പിന്റെ വിശദീകരണം. കോൺസുലേറ്റിൽ നിന്ന് കഴിഞ്ഞ 2 വർഷമായി നടത്തിയിട്ടുള്ള എല്ലാ കത്തിടപാടുകളും ഹാജരാക്കാൻ NIA ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വിമാനത്താവളം നടത്തിപ്പ് അദാനിക്ക് വിട്ടു നൽകിയതോടെ സ്വകാര്യവൽക്കരണവും വികസനവും വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുന്നു. സ്വകാര്യവൽക്കരണത്തിൽ BJPയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് CPM-ഉം കോൺഗ്രസും. അദാനി ഗ്രൂപ്പ് ക്വാട്ട് ചെയ്തതിന് തുല്യമായ തുക നൽകാമെന്ന വാദമാകും സംസ്ഥാന സർക്കാർ വീണ്ടും കോടതിയിൽ ഉയർത്തുക. ഒരിടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം വിമാനത്താവള സ്വകാര്യവൽക്കരണം വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. കേന്ദ്ര തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. ആഭ്യന്തര യാത്രക്കാർക്ക് 468 രൂപ വീതവും വിദേശ യാത്രക്കാർക്ക് 988 രൂപ വീതവുമാണ് യൂസർ ഡെവലപ്മെന്റ് ഫീസ്. ഇതിൽ നിന്നും 168 രൂപ മാത്രം അദാനി എയർപോർട്ട് അതോറിറ്റിക്ക് കൊടുത്താൽ മതി. ATCക്ക് ഫീസ് ഇനത്തിൽ നൽകേണ്ട ചിലവൊഴിച്ച് മറ്റെല്ലാ വരുമാന മാർഗങ്ങളും കമ്പനിക്ക്. ഒരു വർഷം പ്രതീക്ഷിക്കുന്നത് 98.64 കോടി രൂപ ലാഭം. ടെൻഡറിൽ അദാനി കോട്ട് ചെയ്ത തുകയേക്കാൾ നൽകാമെന്ന വാദമുയർത്തി നിയമപോരാട്ടം ശക്തമാക്കാനാണ് സർക്കാർ നീക്കം. യഥാർത്ഥത്തിൽ പെർ പാസഞ്ചറിന് 168 രൂപയാണ് അദാനി കോട്ട് ചെയ്തത്. സംസ്ഥാന ഗവൺമെന്റ് രൂപപ്പെടുത്തി കമ്പനി കോട്ട് ചെയ്തതാകട്ടെ 135 രൂപയും. 10% മേൽ തുകയിൽ വ്യത്യാസമുണ്ടെന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ടാണ് അദാനിക്ക് കരാർ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കവുമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് നീങ്ങിയത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശവും വിമാനത്താവള നടത്തിപ്പിലെ പരിചയസമ്പത്തും ആവർത്തിച്ചാവും തുടർന്നുള്ള നിയമ പോരാട്ടങ്ങൾ.
കോടതി വിധിയിലൂടെ കേന്ദ്ര സർക്കാർ തീരുമാനം മറികടക്കാമെന്ന ശുഭപ്രതീക്ഷ സംസ്ഥാന സർക്കാർ കൈവിടുന്നില്ല. BJPക്കെതിരെ കോൺഗ്രസും CPMഉം രംഗത്തെത്തിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ സ്വകാര്യവൽക്കരണം കൂടുതൽ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാനാണ് നീക്കം. അതേസമയം സ്വകാര്യവൽക്കരണത്തെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിലും പ്രചരണം സജീവമാണ്. കൂടുതൽ വിമാനങ്ങൾ എത്തുന്നതിനൊപ്പം സംസ്ഥാനത്തിന്റെ വികസന സാധ്യതയും വർദ്ധിക്കും. ഹോസ്പിറ്റാലിറ്റി രംഗത്തടക്കം വികസന കുതിപ്പുണ്ടാക്കുമെന്നാണ് പ്രചാരണം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വ്യോമയാന മന്ത്രാലയം സംസ്ഥാനത്തിന് നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടു എന്നും കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നത് സംബന്ധിച്ച വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന കാര്യവും കേന്ദ്ര സർക്കാർ കണക്കാക്കിയില്ല എന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി. കിഴക്കൻ ലഡാക്കിൽ 3 മാസത്തിലേറെ നീണ്ട അതിർത്തി നിർണയം പരിഹരിക്കുന്നതിനായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ ഇന്ന് നടക്കും. അതിർത്തി കാര്യങ്ങളെക്കുറിച്ചുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ. ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി നവീൻ ശ്രീവാസ്തവ നയിക്കും. ലഡാക്കിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നേരത്തെയും സൈനികതല ചർച്ചകൾ നടന്നിരുന്നു. പാലിയേക്കര ടോൾ പ്ലാസയിലെ കുരുക്കിട്ട് പിടുത്തത്തിൽ പോലീസ് കേസെടുത്തു. ടോൾ പ്ലാസ അധികൃതർക്കെതിരെ പുതുക്കാട് പോലീസ് സ്വമേധയാണ് കേസെടുത്തത്. നിർത്താതെ പോകുന്ന വാഹനങ്ങൾ വടവും ഡ്രമ്മും ഉപയോഗിച്ച് അപകടകരമായ രീതിയിൽ കുരുക്കിട്ട് പിടിക്കുന്നത് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. പാലിയേക്കര ടോൾ പ്ലാസയിലെ കുരുക്കുപിടുത്തത്തിന്റെ പേരിൽ പുതുക്കാട് പോലീസ് സുവോ മോട്ടോ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മനുഷ്യജീവന് അറിഞ്ഞുകൊണ്ട് അപകടം വരുത്തുക എന്ന വകുപ്പ് പ്രകാരമാണ് കേസ്. അടുത്ത ദിവസം തന്നെ ടോൾ പ്ലാസ അധികൃതരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തും. ടോൾ പ്ലാസയിൽ നിർത്താതെ പോകുന്ന വാഹനങ്ങൾ വടം കൊണ്ട് കുരുക്കിട്ട് പിടിക്കുന്നത് ന്യൂസ് 18 ആണ് പുറത്തുകൊണ്ടുവന്നത്. ഗതാഗത കുരുക്കുണ്ടായി മണിക്കൂറുകൾ പിന്നിട്ടാലും ടോൾ പ്ലാസ തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ ടോൾ നൽകാതെ കടന്നുപോകുമ്പോഴാണ് കുരുക്കിട്ട് വലിച്ചിരുന്നത്. വടവും ഡ്രമ്മും ഉപയോഗിച്ച് കുരുക്കിട്ട് വലിക്കുമ്പോൾ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും. അപകട സാധ്യതയുമുണ്ട്. വാഹനങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനെ വടം ഉപയോഗിച്ച് കുരുക്കിട്ട് പിടിക്കുന്ന രീതിയാണ് അവലംബിച്ചിരുന്നത്. അതിലൂടെ നിരവധി വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഫാസ്ടാഗ് ഒഴികെയുള്ള എല്ലാ ട്രാക്കുകളിലും വടവും ഡ്രമ്മും ഉപയോഗിക്കുന്നുണ്ട്. ടോൾ നൽകുന്ന വാഹനങ്ങളും പിഴവ് മൂലം കുരുക്കിൽപ്പെടാറുണ്ടായിരുന്നു. പോലീസിന്റെ ഒത്താശയോടെയാണ് കുരുക്കിട്ടുവലി എന്ന ആരോപണവും ഉയർന്നിരുന്നു. ക്യാമറമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. കായംകുളത്ത് CPM പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി വെറ്റ മുജീബ് എന്ന മുജീബ് റഹ്മാൻ പിടിയിൽ. സിയാദിനെ കൊലപ്പെടുത്തിയ ശേഷമുണ്ടായ സംഘർഷത്തിൽ വെട്ടേറ്റ ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള 2 കൊട്ടേഷൻ സംഘാംഗങ്ങളെ കൂടി പിടികൂടാനുണ്ട്. കായംകുളത്തെ CPM പ്രവർത്തകനായ വൈദ്യൻ വീട്ടിൽ സിയാദിനെ ചൊവ്വാഴ്ച രാത്രി കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പോലീസ് കസ്റ്റഡിയിലായത്. കൊട്ടേഷൻ സംഘാംഗമായ വെറ്റ മുജീബിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. സിയാദിനെ കുത്തിവീഴ്ത്തിയതിനു ശേഷമുണ്ടായ സംഘർഷത്തിൽ മുജീബിനും വെട്ടേറ്റിരുന്നു. മുജീബ്, ഷെഫീഖ്, വിക്ടോബ, ഫൈസൽ, തക്കാളി ആശിഷ് എന്നിവർ ചേർന്നാണ് കൃത്യം നിർവഹിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. വിക്ടോബിനെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഭവത്തിൽ കായംകുളം നഗരസഭാ കൗൺസിലർ നിസാമിനെയും അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. പരിക്കേറ്റ മുജീബിനെ വീട്ടിലെത്തിച്ചത് കോൺഗ്രസ് കൗൺസിലറായ നിസാമാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കൃത്യം നിർവഹിച്ച വിവരം പ്രതികൾ നിസാമിനോട് പങ്കുവച്ചിട്ടും ഇക്കാര്യം മറച്ചുവെച്ചു എന്നും പോലീസ് കണ്ടെത്തി. ഗുണ്ടാ സംഘങ്ങളുമായി ഉണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് സിയാദിന്റെ കൊലയിലേക്ക് നയിച്ചത്. കൊലപാതകമടക്കം 21ഓളം കേസുകളിൽ പ്രതിയാണ് വെറ്റ മുജീബ്. ന്യൂസ് 18 ആലപ്പുഴ. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത കുന്ദമംഗലം പോലീസിന്റെ നടപടിക്കെതിരെ ബന്ധുക്കൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. പോക്സോ കേസിൽ 1.5 മാസത്തിന് ശേഷവും അറസ്റ്റില്ലാത്തതിനെ തുടർന്നാണ് പരാതി നൽകിയത്. ഉടൻ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് കമ്മീഷണർ ഉറപ്പ് നൽകിയതായി ബന്ധുക്കൾ അറിയിച്ചു. പോക്സോ കേസിൽ 1.5 മാസമായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ തുടർന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയുമായി എത്തിയത്. ജൂലൈ 7-ന് പെൺകുട്ടിയുടെ മൊഴിയെടുത്തിട്ടും 14-നാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും ഭരണസ്വാധീനമുള്ള നേതാക്കൾ കേസ് ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. കുന്നമംഗലം പോലീസ് പ്രതിയെ പിടികൂടാത്തത് ഈ സ്വാധീനത്തെ തുടർന്നാണ്. പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി ലഭ്യമാക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. ആവശ്യമായ നടപടികളെടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് ഉറപ്പ് നൽകിയതായി പെൺകുട്ടിയുടെ ബന്ധുക്കൾ അറിയിച്ചു. എത്രയും പെട്ടെന്ന് ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഉറപ്പോടുകൂടെ ഞങ്ങളിപ്പോൾ തിരിച്ചു വരികയായിരുന്നു. പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് പ്രതികൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പോക്സോ കേസിൽ അറസ്റ്റ് വൈകുന്നതിനെക്കുറിച്ച് ന്യൂസ് 18 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ പ്രതി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്ന മുറയ്ക്ക് അറസ്റ്റുണ്ടാകുമെന്നായിരുന്നു കുന്നമംഗലം പോലീസിന്റെ പ്രതികരണം. ന്യൂസ് 18 കോഴിക്കോട്.
ചിറ്റാറിൽ വനം വകുപ്പ് കസ്റ്റഡിയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധവുമായി കുടുംബം. പ്രതികളെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച് ആക്ഷൻ കൗൺസിലും ഓർത്തഡോക്സ് സഭയും രംഗത്തെത്തി. നീതി ഇത്രയായിട്ട് നമുക്ക് കിട്ടി, 23 ദിവസമായില്ലേ, ഇത്രയും ദിവസമായിട്ട് നീതി കിട്ടിയിട്ടില്ല. നീതി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടണം. വനം വകുപ്പ് ജീവനക്കാർ പ്രതികളാവാതെ മത്തായിയുടെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കൾ. കഴിഞ്ഞ മാസം 31 മുതൽ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. മരണത്തിന് ഉത്തരവാദികളായവരുടെ അറസ്റ്റ് വൈകിപ്പിക്കുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടാനാണെന്നാണ് മത്തായിയുടെ കുടുംബത്തിന്റെ ആരോപണം. പ്രതികളിൽ പലരും മുൻകൂർ ജാമ്യം തേടുന്നത് ഇതിന്റെ ഭാഗമാണെന്നും ഇവർ ആരോപിക്കുന്നു. താമസിക്കുന്നിടത്തോളം കാലം ഇപ്പം പിന്നെ അവർ ജാമ്യം എടുക്കാനും മുൻജാമ്യം എടുക്കാനൊക്കെ അവർ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ താമസിക്കുമ്പോൾ അങ്ങനൊരു പ്രതികൾക്ക് അങ്ങനൊരു പ്ലസ് പോയിന്റ് ഉണ്ടല്ലോ. അതാണിപ്പോൾ ഞങ്ങൾ ഫീൽ ചെയ്യുന്നത്. മത്തായിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും കെ മുരളീധരൻ എംപിയും ആവശ്യപ്പെട്ടു. ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ സർക്കാർ അനുവർത്തിച്ചിട്ടുള്ള നയം. അപ്പോൾ അതിനെതിരായി ഞങ്ങളെല്ലാവരും ശക്തമായിട്ട് സമരരംഗത്തുണ്ട്. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും പഴുതടച്ചുള്ള അന്വേഷണം നടക്കുന്നതുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നതെന്നും റാന്നി MLA രാജു എബ്രഹാം ന്യൂസ് 18നോട് പറഞ്ഞു. കേസ് ദുർബലമാക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ നാനാവശങ്ങളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ട് വരും, തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ട് വരും. എല്ലാ തെളിവുകളും ശേഖരിച്ച കുറ്റമറ്റ രൂപത്തിൽ വളരെ ആത്മാർത്ഥമായി, വളരെ സത്യസന്ധമായി പോലീസ് ഇക്കാര്യത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വനപാലകരുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഓർത്തഡോക്സ് സഭയും രംഗത്തുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൊച്ചിക്ക് ഇനി എന്താണ് വേണ്ടത്? ന്യൂസ് 18 പരമ്പര കൊച്ചിക്കാരി. കടൽ കടന്നെത്തിയ സംസ്കാരവും പൈതൃകവുമാണ് കൊച്ചിയുടേത്. കേരളത്തിലെ ഒരു ചെറിയ പ്രദേശം വളരെ പെട്ടെന്നാണ് യൂറോപ്യൻ നഗരങ്ങൾക്ക് സമാനമായ വാണിജ്യ കേന്ദ്രമായി മാറിയത്. കൊച്ചിയുടെ ചരിത്ര വിശേഷങ്ങളിലേക്ക്. കേരളത്തിലെ ഏറ്റവും പഴയ ഹോട്ടലാണ് ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഫോർട്ട് കൊച്ചിയിലെ ഈ ഹോട്ടൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ കോവിഡ് കാലം മങ്ങലേൽപ്പിക്കാത്ത ഒരു ചരിത്രമുണ്ട് കൊച്ചിക്ക്. മൂന്ന് യൂറോപ്യൻ ശക്തികൾ, ആദ്യം പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ ഭരിച്ച ഏക സ്ഥലം കൊച്ചിയാണ്. അറബികളുടെ ഒരു കാലമാണ്. ദൂതന്മാർ നേരിട്ട് വളരെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ കൊച്ചിയിലേക്ക്. 3 സാമ്രാജ്യങ്ങളും നിരവധി സംസ്കാരങ്ങളുമാണ് ഈ കടൽ കടന്ന് കൊച്ചിയിലേക്ക് എത്തിയത്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും പേർഷ്യക്കാരും ഇംഗ്ലീഷുകാരും ഒക്കെ പകർന്ന ജീവിതശൈലികൾ ഇന്നും കൊച്ചിക്ക് കൈമോശം വന്നിട്ടില്ല. വാസ്തുവിദ്യയിൽ തുടങ്ങി ഭക്ഷണത്തിൽ വരെ ആ വൈവിധ്യം ഇന്നുമുണ്ട്. കൽവത്തിപ്പള്ളി ശരിക്കും പറഞ്ഞാൽ കൊച്ചി ഒരു തുറമുഖമായി രൂപപ്പെടുന്ന കാലത്ത് ഉണ്ടാക്കപ്പെട്ട പള്ളിയാണ്. പോർച്ചുഗീസ് നാവികനായിട്ടുള്ള വാസ്കോ ഡ ഗാമ മരിച്ചത് കൊച്ചിയിൽ കിടന്നാണ്. അദ്ദേഹത്തെ സംസ്കരിച്ച പള്ളി അവിടെയുണ്ട്. ഒരു ജൂത പുണ്യവാൻ്റെ ശവകുടീർ അവിടെയുണ്ട്. മറ്റ് ഭാഗങ്ങളൊന്നും ഇല്ലാത്തൊരു ആർക്കിടെക്ചറോട് കൂടിയിട്ടുള്ള ഒരു ഗുജറാത്തി ജൈനക്ഷേത്രം അവിടെയുണ്ട്. വിശ്വവിഖ്യാത നോവലിസ്റ്റ് മാർക്ക് ട്വെയിൻ കൊച്ചിയെക്കുറിച്ച് പറഞ്ഞത് സ്വപ്നവും വിസ്മയകരമായ സമ്പത്തും കൈകോർത്ത നാടെന്നാണ്. കൊട്ടാരവും കുടിലും എണ്ണമറ്റ വിശ്വാസങ്ങളും ഇടകലർന്ന നാട്. ഈ കാലവും കടന്നുപോകും. വീണ്ടും കാഴ്ചക്കാരും കച്ചവടക്കാരുമൊക്കെ ഫോർട്ട് കൊച്ചിയെ തേടിയെത്തും. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ തീരം. കൊച്ചിയിൽ നിന്ന് വിനീത VG, ന്യൂസ് 18. പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്നും തുടരും. പുഴയിലാണ് പ്രധാനമായും തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ 9 വയസ്സുകാരന്റെ മൃതദേഹം മാത്രമാണ് കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 62ആയി. ഇനി 9 പേരെയാണ് കണ്ടെത്താനുള്ളത്. മുഴുവൻ ആളുകളെയും കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ദുരന്തഭൂമിയിലും മറ്റുമായി റഡാർ സംഘവും തെരച്ചിൽ നടത്തുന്നുണ്ട്.
കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ പെട്ടിമുടി ദുരന്തത്തിന്റെ ഓരോ നേർക്കാഴ്ചകളും നീറുന്ന വേദനയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ ദുരന്തം കവർന്നവരുടെ സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രമുണ്ട്. മരണത്തിലും കെട്ടിപ്പിടിച്ചുറങ്ങിയ അഞ്ജുമോളുടെയും ലക്ഷണശ്രീയുടെയും കഥ ഇടുക്കി PRDയിലെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ഉദയരവിയാണ് കണ്ടെത്തിയത്. പെട്ടിമുടിയിലെ ദുരന്ത വാർത്തകളിൽ ആരെയും കരയിക്കുന്ന ഒരു ചിത്രമായിരുന്നു ഇത്. മരണത്തിലും പിരിയാതെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന അഞ്ജുമോളുടെയും ലക്ഷണശ്രീയുടെയും ചിത്രം. അമ്മയും മകളുമെന്നായിരുന്നു ആദ്യം എല്ലാവരും കരുതിയത്. എന്നാൽ അമ്മയേക്കാൾ ലക്ഷണശ്രീയെ സ്നേഹിച്ചിരുന്ന അയൽപക്കക്കാരിയായിരുന്നു BA തമിഴ് പഠനം പൂർത്തിയാക്കിയ അഞ്ജുമോൾ. മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ചിത്രങ്ങളിലുള്ളവരുടെ ബന്ധുക്കളെ തേടിയുള്ള യാത്രയാണ് ഇടുക്കി PRD ഓഫീസിലെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ഉദയരവി നടത്തിയത്. പെട്ടിമുടി എന്ന തൊഴിലാളി ഗ്രാമത്തിലെ സ്നേഹബന്ധുക്കളുടെ കഥ പുറം ലോകത്തെത്തിയത് ഇങ്ങനെ. വളരെ ദിവസങ്ങൾ കഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു വ്യക്തി ആ ഒരു അഞ്ജുവിലേക്കും കൃഷ്ണയിലേക്കും എത്തുകയായിരുന്നു. അവരുടെ സ്നേഹബന്ധത്തിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോഴും പെട്ടിമുടിയുടെ ഒരു വാസ്തവങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ സ്നേഹിക്കുന്നവരുടെ ഒരുപാട് നഷ്ടപ്പെടുന്നതിന്റെ ഓർമ്മകൾ ആ പെട്ടിമുടി എന്ന് പറയുന്ന ദേശത്തിന് ഇപ്പോഴും ഉണ്ട്. രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥ പറയാൻ ഇനി ഇവിടെയാരും ബാക്കിയില്ല, ഈ ചിത്രമല്ലാതെ. ന്യൂസ് 18 ഇടുക്കി. യാക്കോബായ സഭയുടെ അടിയന്തര സുന്നഹദോസ് ഇന്ന് ചേരും. രാവിലെ 10 മുതൽ പുത്തൻകുരിശ് പാത്രിയാർക്ക സെൻട്രലാണ് യോഗം. കോവിഡ് കാലത്തും യാക്കോബായ സഭയ്ക്ക് കീഴിലുള്ള പള്ളികൾ ഏറ്റെടുക്കുന്നതിലുള്ള ആശങ്ക സുന്നഹദോസ് ചർച്ച ചെയ്യും. മുളന്തുരുത്തി പള്ളി ഏറ്റെടുക്കുന്നതിനിടെ ബിഷപ്പുമാർക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും ഉണ്ടായ പോലീസ് നടപടികൾ സുന്നഹദോസ് പ്രതിഷേധം രേഖപ്പെടുത്തും. യാക്കോബായ സഭയ്ക്ക് കീഴിലുള്ള പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും സഭയുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയാകും ചർച്ചകൾ ഉണ്ടാവുക. സിലബസ് വെട്ടിക്കുറയ്ക്കാതെ തന്നെ പഠനം പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കരിക്കുലം കമ്മിറ്റി. ആദിവാസി പിന്നോക്ക മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ പഠനം ഉറപ്പാക്കാൻ ശ്രമിക്കും. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായവും ഇക്കാര്യത്തിൽ ഉറപ്പാക്കാൻ തീരുമാനിച്ചു. നേർക്കാഴ്ച എന്ന പേരിൽ കുട്ടികളുടെ കോവിഡ് കാല പഠനാനുഭവങ്ങൾ ചിത്രങ്ങളായി അവതരിപ്പിക്കുന്ന പരിപാടി ആരംഭിക്കും. സ്കൂൾ തുറക്കുന്ന മുറയ്ക്ക് കുട്ടികളുടെ പഠന മികവ് നികത്താൻ പ്രത്യേക പരിപാടി നടപ്പിലാക്കാനും കരിക്കുലം കമ്മിറ്റി തീരുമാനിച്ചു. കേരള കോൺഗ്രസിൽ തർക്കം തുടരുന്നതിനിടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ജോസ് വിഭാഗം ഹർജി പിൻവലിച്ചത് ജോസഫ് വിഭാഗം ആയുധമാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാണ് ജോസ് കെ മാണി പിന്മാറിയതെന്ന് മോൻസ് ജോസഫ് ആരോപിച്ചു. അതേസമയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം മരവിപ്പിച്ച സാഹചര്യത്തിൽ ഹർജിക്ക് പ്രസക്തിയില്ലെന്നാണ് ജോസ് കെ മാണി വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. അകലക്കുന്നം പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ചിഹ്നം അനുവദിക്കുന്നതിനുള്ള അധികാരം PJ ജോസഫിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. ഇതിനെതിരെ നൽകിയ ഹർജിയാണ് ജോസ് കെ മാണി വിഭാഗം പിൻവലിച്ചത്. ഇതാണ് കേരള കോൺഗ്രസിലെ തർക്കത്തിൽ ജോസഫ് വിഭാഗം പുതിയ ആയുധമാക്കിയത്. തിരിച്ചടി ഭയപ്പെട്ടാണ് ജോസിന്റെ പിന്മാറ്റമെന്ന് ജോസഫ് വിഭാഗം ആരോപിക്കുന്നു. ഇപ്പോൾ ചിഹ്നം കൊടുക്കാൻ അതുപോലെ തന്നെ വിപ്പ് കൊടുക്കാൻ ഒക്കെ അധികാരം ഉള്ളത് ജോസ് വിഭാഗത്തിനാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെ PJ ജോസഫിനെ ഇതിൽ നിന്ന് വിലക്കണം എന്ന് പറഞ്ഞു കൊടുത്ത പെറ്റീഷൻ സ്വമേധയാ പിൻവലിച്ചുകൊണ്ട് ഒളിച്ചോടിയെങ്കിൽ അതിന്റെ അർത്ഥം അവർക്കെതിരായി വിധി വരും, തിരിച്ചടി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ തടി ഊരി രക്ഷപ്പെട്ടു എന്നുള്ളതല്ലാതെ മറ്റു കാര്യമില്ല. എന്നാൽ അകലക്കുന്നം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ ഹർജിക്ക് പ്രസക്തിയില്ല എന്ന് ജോസ് കെ മാണി വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം മരവിപ്പിച്ച സാഹചര്യവുമാണുള്ളത്. ജനുവരി മാസം 13-ാം തീയതി സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് കേരള കോൺഗ്രസിൻ്റെ ചിഹ്നം ഫ്രീസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ചിഹ്നം ഫ്രീസ് ചെയ്യുകയും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് ഇതിനുള്ള അധികാരം. അത് ചെയ്ത സാഹചര്യത്തിൽ പിന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിലെ പെറ്റീഷനിൽ പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ്, നിയമപരമായി അവയർനെസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളത് പിൻവലിച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും സർക്കാരിനെതിരായ അവിശ്വാസത്തിലും സ്വന്തം നിലപാടുമായി മുന്നോട്ടു പോകാനാണ് ജോസ് വിഭാഗത്തിന്റെ തീരുമാനം. പുതിയ വിഷയങ്ങളെ ചൊല്ലി വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ പരമാവധി അണികളെ ഒപ്പം ചേർക്കാനാണ് ഇരുപക്ഷവും ശ്രമിക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. ക്വാറന്റീനിൽ കഴിയുന്ന അതിഥി തൊഴിലാളികളെ പണം വാങ്ങി കൂട്ടമായി താമസിപ്പിച്ചു എന്ന പരാതിയിൽ പാലക്കാട് നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു.
ക്വാറന്റൈൻ സൗകര്യം നൽകാതെ കൂട്ടമായി പാർപ്പിച്ചതിനാണ് നടപടി. ഡോക്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് അതിഥി തൊഴിലാളികൾക്ക് ക്വാറന്റൈൻ സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. NGO സംഘ് സംസ്ഥാന ഭാരവാഹിയാണ് ബാബു ലൂയിസ്. പാലക്കാട് നഗരസഭയിലെ 4ാം ഡിവിഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു ലൂയിസിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പാലക്കാട് ഡയാറ സ്ട്രീറ്റിലെ ഡോക്ടർ സജ്ജനയെ തെറ്റിദ്ധരിപ്പിച്ച് ക്വാറന്റൈൻ സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകിയതിനും ക്വാറന്റൈനിൽ കഴിയുന്ന അതിഥി തൊഴിലാളികളെ ഹോട്ടലുകളിൽ കൂട്ടമായി താമസിപ്പിച്ചതിനുമാണ് നടപടി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അതിഥി തൊഴിലാളികൾക്ക് ഇവരെ കൊണ്ടുവരുന്ന കരാറുകാരോ കമ്പനികളോ ആണ് ക്വാറന്റൈൻ സൗകര്യം നൽകേണ്ടത്. ഒരാൾക്ക് ഒരു മുറിയാണ് ലഭ്യമാക്കേണ്ടത്. ഇതിനായി പണം വാങ്ങിയ ശേഷം ക്വാറന്റൈൻ സൗകര്യം നൽകാതെ ഹെൽത്ത് ഇൻസ്പെക്ടർ കൂട്ടമായി ഹോട്ടലിൽ പാർപ്പിക്കുകയായിരുന്നു. മാസങ്ങളായി നടത്തിവന്ന തട്ടിപ്പിലൂടെ ലക്ഷങ്ങളാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ കൈക്കലാക്കിയതെന്ന് നഗരസഭ കണ്ടെത്തി. ഇതേ തുടർന്നാണ് നടപടി. അന്യസംസ്ഥാന തൊഴിലാളികൾ ബൾക്കായിട്ട് അവർ വരുമ്പോൾ അവർക്ക് അവിടെ ഇരിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇയാൾ അവരെ സമീപിച്ചിട്ട് ഈ 14 ദിവസം അല്ലെങ്കിൽ 28 ദിവസം ക്വാറന്റൈനിൽ ഇരുത്താൻ വേണ്ടിയിട്ട് ബൾക്കായിട്ട് ഇവിടുത്തെ ലോഡ്ജുകാരെ സമീപിച്ച് കൊണ്ടുവരികയാണ്. ക്വാറന്റൈനിൽ കഴിയുന്ന തൊഴിലാളികൾ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ജോലിക്ക് പോയിരുന്നതായും കണ്ടെത്തി. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മൗനാനുവാദം ഇതിനുണ്ടെന്നാണ് കണ്ടെത്തൽ. NGO സംഘിന്റെ സംസ്ഥാന ഭാരവാഹിയാണ് ബാബു ലൂയിസ്. ന്യൂസ് 18 പാലക്കാട്. കോട്ടയം ജില്ലയിൽ കോവിഡ് വ്യാപനം ആദ്യമായി 200 കടന്നു. മോനിപ്പള്ളിയിൽ സ്വകാര്യ ആശുപത്രിയിലും വടവാതൂർ MRF ടയേഴ്സിലും അപകടകരമായ നിലയിൽ രോഗവ്യാപനം തുടരുന്നു. ഗ്രാമീണ മേഖലകളിലും സ്ഥിതി ഗുരുതരമാണ്. ദിനം പ്രതി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഇതുവരെ 150 പിന്നിട്ടിട്ടില്ലാത്ത കോട്ടയത്ത് സ്ഥിതി വളരെ വേഗത്തിലാണ് വഷളായത്. ഇന്നലെ മാത്രം 203 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 198 സമ്പർക്ക രോഗവ്യാപനമാണ്. മോനിപ്പള്ളിയിലെ കർദിനാൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മാത്രം 38 പേർക്കാണ് രോഗം പിടിപെട്ടത്. ഇതിൽ 26 അന്തേവാസികളാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഗുരുതരമായ രീതിയിൽ രോഗം പടരുന്ന മറ്റൊരു സ്ഥലമാണ് വടവാതൂരിലെ MRF ടയേഴ്സ്. ഇന്നലെ മാത്രം 29 പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. 19 പേർ തൊഴിലാളികളാണ്. ആകെ 61 പേർക്ക് ഇതുവരെ രോഗം വന്നു. നേരത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലസ്റ്ററായി MRFനെ പ്രഖ്യാപിച്ചിരുന്നു. രോഗം ഗുരുതരമായി പടരുമ്പോഴും സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ട്. കോട്ടയം നഗരസഭ, കാഞ്ഞിരപ്പള്ളി, വൈക്കം, ചെമ്പ്, പനച്ചിക്കാട്, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി തുടങ്ങിയ മേഖലകളിലും രോഗവ്യാപനം രൂക്ഷമായി തുടരുകയാണ്. രോഗനിയന്ത്രണത്തിനായി കർശനമായ പ്രതിരോധ മാർഗങ്ങൾ തുടങ്ങാനാണ് ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. കേരളത്തിലെ കോവിഡ് പ്രതിരോധ മികവിന് മറ്റൊരടയാളം കൂടി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആലുവ മാറമ്പള്ളി സ്വദേശി പരീത് എന്ന 103 വയസ്സുകാരൻ കോവിഡ് ഭേദമായി ആശുപത്രി വിട്ടു. ആശുപത്രി ജീവനക്കാർ പൊന്നാട അണിയിച്ച് ആദരിച്ചാണ് അദ്ദേഹത്തെ യാത്രയയച്ചത്. ജൂലൈ 28-ന് ശക്തമായ പനിയും ശരീരവേദനയും കാരണമാണ് പരീത് കോവിഡ് പരിശോധനയ്ക്ക് വിധേയനായത്. കോവിഡ് സ്ഥിരീകരിച്ചതോടെ അദ്ദേഹത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗുരുതര ലക്ഷണങ്ങളില്ലെങ്കിലും ഉയർന്ന പ്രായം പരിഗണിച്ച് പ്രത്യേക മെഡിക്കൽ സംഘമാണ് പരീതിന് ചികിത്സ ഉറപ്പാക്കിയത്. ഡോക്ടർമാർ ദിവസേന ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിരുന്നു. പ്രായമായവരിൽ ഗുരുതരമാവാൻ സാധ്യത കൂടുതലുള്ള രോഗമാണ് കോവിഡ്. 20 ദിവസം കൊണ്ടാണ് പരീതിന് കോവിഡ് ഭേദമായത്. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 105 വയസ്സുകാരിയായ അഞ്ചൽ സ്വദേശിനി അസ്മ ബീവിക്ക് അടുത്തിടെ കോവിഡ് ഭേദമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 93, 88 വയസ്സുള്ള വൃദ്ധ ദമ്പതികളെയും നേരത്തെ ചികിത്സിച്ച് ഭേദമാക്കി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും കോവിഡ് മുക്തനാകുന്ന ഏറ്റവും പ്രായം കൂടിയ ആളാണ് പരീത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോടെന്ന് കേട്ടാൽ ആദ്യം പലരുടെയും മനസ്സിലെത്തുന്നത് ഹൽവയാണ്. 20ഓളം വ്യത്യസ്ത ഇനങ്ങളിലുള്ള മധുരമൂർന്ന ഹൽവയുടെ നഗരമാണ് കോഴിക്കോട്. എന്നാൽ കോവിഡ് സൃഷ്ടിച്ച ആഘാതത്തിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖല കടന്നുപോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ പ്രധാന ഹൽവ നിർമ്മാതാക്കളായ ബിവ ഹൽവ നിർമ്മാണ യൂണിറ്റ് കേന്ദ്രത്തിലാണ്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച ആഘാതം ഹൽവ നിർമ്മാണ മേഖലയെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെ പറയും. വ്യത്യസ്തമായ ഹൽവ നിർമ്മാണം കൊണ്ട് ശ്രദ്ധേയമായ ഒരു നഗരമാണ് കോഴിക്കോട്. ഈ കോവിഡ് കാലത്തിന് ശേഷം അത്തരത്തിലുള്ള മധുരകരമായ ഓർമ്മകളാണോ ഈ ഹൽവ നിർമ്മാണ മേഖല നിങ്ങൾക്ക് നൽകുന്നത്? കോവിഡ് കാലത്തിന് ശേഷവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറിയിരുന്നു.
വളരെ ദയനീയ സ്ഥിതിയിലാണ് ഈ കച്ചവടക്കാരും തൊഴിലാളികളൊക്കെ പോകുന്നത്. നിത്യോപസാനം അല്ലാത്തത് കൊണ്ട് പിന്നെ ഈ മറ്റു ജില്ലയിൽ നിന്നും അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരായിരുന്നു ഇതിൻ്റെ കൂടുതൽ ഉപഭോക്താക്കളുള്ളത്. അവരാരും യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അത് നലിച്ചെടുക്കുകയാണ്. പിന്നെ അതേമാതിരി തന്നെ പല വീട്ടിലെ പല ഫംഗ്ഷനുകളും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് അധികം അലുവ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക. അതെല്ലാം നിന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ഥിതി ആലോചിക്കാൻ മാത്രമേ ഉള്ളൂ. കോവിഡിൻ്റെ മുമ്പ് പറഞ്ഞൊരു 900-1000 കിലോ വില ഡെയിലി ഉൽപ്പാദിപ്പിച്ചിരുന്നു. 15-16 തൊഴിലാളികൾ ഇവിടെ നേരിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതായിട്ട് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വിറ്റിരുന്ന ഒരു 45ഓളം കുടുംബങ്ങളും ഇതേമാതിരി ജീവിച്ചിരുന്നു. ഇപ്പോൾ കോവിഡിന് ശേഷം ആഴ്ചക്ക് 2 ദിവസം 3 ദിവസം തന്നെ പണി നടക്കണുള്ളൂ. 3-4 ആൾക്ക് പണി കൊടുക്കാൻ കഴിയുന്നുള്ളൂ. സാധാരണ ഓണത്തിന് മുമ്പ് തന്നെ കുറേ ബുക്കിംഗ് ഉണ്ടാവായിരുന്നു. ഷാളൊക്കെ ബുക്ക് ചെയ്ത ആൾക്കാർ ഇങ്ങനെ പറയായിരുന്നു, തെറുപ്പിക്ക് ബുക്ക് ചെയ്താണ്, സാധനം ഷോർട്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇപ്പം അങ്ങനത്തെ യാതൊരു സൂചന പോലും ഇല്ല. ഇവിടെ ഷാൾ തന്നെ പ്രവർത്തിക്കുന്നുള്ള പ്രതീക്ഷ പോലും ഇല്ല. ആണ് ഇപ്പോൾ നമ്മൾ ഓണം വരവേൽക്കാൻ നിൽക്കുന്നത്. 20ഓളം വ്യത്യസ്ത ഇനം ഹൽവകൾ, 25ഓളം നിർമ്മാണ യൂണിറ്റുകൾ, 100-ലേറെ വിൽപ്പനശാലകൾ. അതുകൊണ്ടൊക്കെയാണ് ഈ നഗരം മധുര നഗരമായി മാറിയത്. കോവിഡ് മഹാമാരി ഈ മേഖലയുടെയും നടുപിടിച്ചു കഴിഞ്ഞു. അതിനാൽ ഈ ഓണക്കാലം കോഴിക്കോടുകാർക്ക് അത്ര മധുരമുള്ള ഓർമ്മയല്ല. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. തെർമോമീറ്ററോട് കൂടിയ സെൻസറിംഗ് സാനിറ്റൈസർ ഡിസ്പെൻസർ വിപണിയിൽ എത്തിച്ച് ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാതാക്കളായ കെൽവിൻ ഇൻഡസ്ട്രീസ്. സ്പർശിക്കാതെ തന്നെ ഊഷ്മാവ് അളക്കാനും സാനിറ്റൈസർ ഡിസ്പെൻസ് ചെയ്യാനുമുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഭിത്തിയിൽ ഉറപ്പിക്കാവുന്ന ഉപകരണത്തിന് താഴെ സാനിറ്റൈസറിനായി കൈനീട്ടുമ്പോൾ തന്നെ ഊഷ്മാവ് അളക്കും. അനവധനീയമായ പരിധിയിലും കൂടുതലാണെങ്കിൽ അലാം മുഴങ്ങും. 10,000 രൂപയിൽ താഴെയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. കെൽവിന്റെ 33ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ ഉൽപ്പന്നം വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്.